ദിവസവും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള തിരക്കിട്ട ഓട്ടത്തിലാണ് നാം എല്ലാവരും. ഇതിൽ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ കുറച്ച് സമയം മാത്രമാണ് നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾക്ക് ചിലവഴിക്കാൻ ലഭിക്കുന്നത്. ചിലർ വീട്, ഓഫീസ്, മറ്റു ചിലർ രാപ്പകലില്ലാതെ ഓഫീസ് ജോലി, ചിലർക്ക് പണി തീരാത്ത വീട്ടുജോലി, അങ്ങനെ നീളുന്നു ജീവിത രീതികൾ. ഇതിൽ സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ സമയമുണ്ടാക്കി ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഓക്സ്ഫോർഡ് നിഘണ്ടു വേർഡ് ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ട ബ്രെയിൻ റോട്ട് എന്ന വാക്കിനെ കുറിച്ചാണ്. അത് വെറും വാക്കു മാത്രമല്ല, നിങ്ങൾ ഇന്ന് കടന്നുപോകുന്ന അവസ്ഥയാണ്. ഒരു മഹാനഗരം പോലെയാണ് സമൂഹ മാധ്യമങ്ങൾ. അതിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങാം. വിവിധ അത്യാവശ്യങ്ങൾക്കും അവിടെ പോകാതിരിക്കാനും ചിലർക്ക് ആവില്ല. അതേസമയം നമ്മളെ തന്നെ നശിപ്പിക്കുന്ന പലതും അതിലുണ്ട്. നാം ആകൃഷ്ടരാകുന്ന വിധത്തിൽ കണ്ടന്റ് ഒരുക്കി നമ്മളെ വശീകരിക്കാനും ഇതിന് സാധിക്കും. അതിന്റെ മോഹവലയത്തിൽ വീണുപോയാൽ നമ്മുടെ ജീവിതം തന്നെ അവതാളത്തിലാകും. കാരണം ഇത് സോഷ്യൽ മീഡിയ ഇല്ലാതെ മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത ആളുകളായി നാം മാറിക്കഴിഞ്ഞു. എന്നാൽ സോഷ്യൽ മീഡിയ വിവേകമുള്ളവർക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമാണ്. കാരണം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതുമാണല്ലോ നമ്മെ കൂടുതലായും സ്വാധീനിക്കുന്നത്. നമ്മൾ എന്ത് കേൾക്കണം, എന്ത് കാണണം, എന്ത് അറിയണം എന്ന് തീരുമാനിക്കാനുള്ള അവസരം സോഷ്യൽ മീഡിയ നമുക്ക് നൽകുന്നുണ്ട്. കൃത്യതയോടെ അല്ലെങ്കിൽ ഒരു പരിധിവരെ സോഷ്യൽ മീഡിയയെ നമുക്ക് നിയന്ത്രിക്കാം. അതിന് ആദ്യം നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം. ഇത് തന്നെയാണ് 2024 വാക്കായി ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ ബ്രെയിൻ റോട്ട് എന്ന വാക്കും പറയുന്നത്. അതായത് നാം നിലവാരം കുറഞ്ഞ ഉള്ളടക്കം സ്ഥിരമായി വായിക്കുകയോ കാണുകയോ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ മാനസിക ബൗദ്ധിക നിലവാരത്തിനുണ്ടാകുന്ന തകർച്ചയാണ് ബ്രെയിൻ റോട്ട് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. തിരക്കിട്ട ജീവിതത്തിൽ വിരസത ഒഴിവാക്കാനായി മണിക്കൂറുകളോളം പതിവായി സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകളിലൂടെ ഓരോ കണ്ടന്റിനു വേണ്ടി സ്ക്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. 2023 മുതൽ 2024 വരെ കണക്കുകൾ അനുസരിച്ച് 230% ഇന്റർനെറ്റ് ഉപയോഗം ഉയർന്നത്. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ടിക്ടോക്കും യൂട്യൂബ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലും മൊബൈലിലും ആളുകൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനെതിരെ നിരന്തരം വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബ്രെയിൻ റോട്ട് എന്ന വാക്ക് ശ്രദ്ധ പിടിച്ചുപറ്റിയത്. കണക്കുകൾ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 230% ഈ വാക്കിന്റെ ഉപയോഗത്തിൽ വർധനവുണ്ടായി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് സമാഹരിച്ച 6 വാക്കുകളുടെ ഷോർട്ട് ലിസ്റ്റിൽ നിന്നാണ് ഈ വാക്ക് തെരഞ്ഞെടുത്തത്. 3700-ലധികം ആളുകളുടെ വോട്ട് ഇതിന് ലഭിച്ചു. ബ്രെയിൻ റോട്ട് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ മാനസികമോ ഭൗതികമോ ആയ അവസ്ഥ തകരുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. മാത്രമല്ല, നാം നിസാരമായോ വെല്ലുവിളി കുറഞ്ഞതോ ആയി കണക്കാക്കപ്പെടുന്ന വസ്തുക്കളുടെ അമിത ഉപയോഗത്തിന്റെ ഫലമായാണ് ഇത് കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ ഓൺലൈനിൽ കൂടുതൽ സമയം ഗുണനിലവാരം കുറഞ്ഞതും ബുദ്ധിശൂന്യവുമായ കാര്യങ്ങൾ പരിശോധിക്കുന്നതും അത് കണ്ട് ആസ്വദിക്കുന്നതുമെല്ലാം ബ്രെയിൻ റോട്ടിന്റെ ഫലമായാണ് സംഭവിക്കുന്നത്. ബ്രെയിൻ റോട്ട് നമ്മൾ ജീവിക്കുന്ന കാലത്തിന്റെ ലക്ഷണമാണെന്നും പഠനങ്ങൾ പറയുന്നു. ബ്രെയിൻ റോട്ട് എന്ന പദം ആദ്യമായി ഉണ്ടായത് ഇന്റർനെറ്റിന്റെ ഉപയോഗം പ്രാബല്യത്തിൽ വരുന്നതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. വാൾഡൻ എന്ന പുസ്തകത്തിലാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത്. സങ്കീർണമായ ആശയങ്ങളെയും വിഷയങ്ങളെയും പ്രാധാന്യമില്ലാതെ വില കുറച്ച് കാണിക്കുന്ന സമൂഹത്തിന്റെ പ്രവണതയെക്കുറിച്ച് ഇത് പറയുന്നു. പ്രധാനമായും മനുഷ്യന്റെ മാനസിക ഭൗതിക തലത്തിലുണ്ടാകുന്ന തകർച്ചയുടെ ഭാഗമാണിതെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതായത് ബ്രെയിൻ റോട്ട് അനുഭവിക്കുന്ന ആളുകൾ പലപ്പോഴും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഉള്ളടക്കങ്ങളിലൂടെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും വരികയുള്ളൂ. അതിനാൽ നിങ്ങൾ ചിന്തിക്കൂ, ഇനിയൊരു ആവശ്യവുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് വീഡിയോകൾ കണ്ട് സമയം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാക്കണോ അതോ വേണ്ടയോ എന്ന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.